Hi students, കേരളത്തിലെ കുട്ടികളെ NMMSC റിസൾട്ട്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കൂടാതെ എക്സാം വൈ നല്ല അടിപൊളി റിസൾട്ട്സ് ഒരുപാട് കുട്ടികൾക്ക് നമ്മളെ എക്സാം വൈ ഫൗണ്ടേഷൻ കോഴ്സുകളുടെയും NMMSC സെപ്പറേറ്റ് ബാച്ചിലൂടെയും നമ്മൾ ഒരുപാട് കുട്ടികളെ NMMSC എലിജിബിൾ ആക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു റിസൾട്ട്സ് നമ്മളൊന്ന് അനലൈസ് ചെയ്യും. കൂടാതെ നിങ്ങൾ ഈ വർഷം NMMSC എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു മോട്ടിവേഷൻ അതുപോലെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലേ, നിതയാണ് നമ്മളെ കേരളത്തിലെ ടോപ്പർ. ഫാത്തിമ നിത എക്സാം വൈ NMMS ബാച്ച് സ്റ്റുഡന്റ് ആയിരുന്നു നിത. ഓക്കെ, നമ്മളെ യൂട്യൂബിലെ ടോപ്പിക് വൈസ് വീഡിയോസ്, ഷോർട്സ്, NMMS മോഡൽ, മോക്ക് എക്സാം, ഓക്കെ, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിരുന്ന ഒരു കുട്ടിയായിരുന്നു ഫാത്തിമ നിത. 166 ഔട്ട് ഓഫ് 180 ആണ് നിത സ്കോർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കാം, മാറ്റിലും സാറ്റിലും കൂടി ടോട്ടൽ 180 മാർക്ക് വരുന്ന ഒരു എക്സാമില് 166 മാർക്ക്, അത്രയും പ്രിസിഷനോട് കൂടി അത്രയും ടൈം ബൗണ്ട് ആയിട്ട് നിത സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണ് നിതക്ക് അത് സ്കോർ ചെയ്യാൻ പറ്റിയത്? അത്രയും പ്രാക്ടീസ് ആണ് നിത, അത്രയും പ്രാക്ടീസോട് കൂടിയാണ് നിത എക്സാമിന് പോയിട്ടുള്ളതെന്നാണ്. ഓക്കെ, സോ ഇതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ NMMSC ആസ്പിരൻസ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. ഓക്കെ, ഇനി എക്സാം വൈ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന്റെ, ഓക്കെ, എക്സാം വൈ ഫൗണ്ടേഷൻ കോഴ്സിൽ മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികളാണ് ഇവര്. ഓക്കെ, ഹൊനീത്ത്, ആരിഫ് മുഹമ്മദ്, നജിദ, അൻഷിഫ, ഓക്കെ, ഇതൊക്കെ നമ്മളെ NMMSC ടോപ്പേഴ്സ് ആണ്. ഇവർ മാർക്കൊക്കെ നിങ്ങൾ നോക്കാം, 162, 161, 160, 159. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 180 മാർക്കിന്റെ 2 സ്ലോട്ടിൽ നടക്കുന്ന എക്സാമില് 162 മാർക്കാണ് ഹൊനീത്ത് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോട്ട് ഈസി. എങ്ങനെയാ ഇത്ര മാർക്ക് അവർക്ക് വാങ്ങാൻ പറ്റുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ എക്സാം വൈ ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾ ചേർന്നാല് നമ്മളെ വർക്ക് ബുക്കിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് NMMSനേക്കാളും എത്രയോ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവർക്ക് NMMSC ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾ എക്സാം വൈ ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് അല്ല എന്നുണ്ടെങ്കിലും നമ്മളെ യൂട്യൂബ് ചാനൽസിൽ വരുന്ന വീഡിയോസ് വാച്ച് ചെയ്താൽ പോലും NMMSC ഒക്കെ ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഫൗണ്ടേഷൻ എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഭാവിയിൽ എൻട്രൻസിനൊക്കെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ലെവലിൽ പഠിച്ചാൽ NMMSC വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു കുട്ടികളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നോക്കാം, നമുക്ക് ഓൾമോസ്റ്റ് 50 സ്റ്റുഡൻസ് ആണ് നമ്മൾ ഫൗണ്ടേഷൻ ബാച്ചിൽ നിന്ന്, സ്റ്റേറ്റ് ബാച്ചിൽ നിന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, NMMSC ക്രാക്ക് ചെയ്തിട്ടുള്ളത്, സ്കോളർഷിപ്പ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ CBSE, GCC അങ്ങനെ ഒരുപാട് ബാച്ച് ഉണ്ട്. അതിൽ സ്റ്റേറ്റിലെ ചില ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. അതിൽ നിന്നാണ് ഈ ഓൾമോസ്റ്റ് 50 സ്റ്റുഡൻസ് ഈ ഒരു സ്കോളർഷിപ്പ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവരെ എക്സാം വൈയിൽ മാത്രം പഠിച്ച കുട്ടികളാണ് ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത്. ഓക്കെ, എക്സാം വൈ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവരെ NMMSC ഒരു മനസ്സിൽ വെച്ച് പ്രിപ്പയർ ചെയ്തായിരിക്കണം എന്നില്ല. അവർ ജസ്റ്റ് എന്താണ് ഒരു കോമൺ, നിങ്ങൾ സ്കൂളിൽ പോകുന്ന പോലെ എക്സാം വൈയിൽ വന്നിട്ട് ജസ്റ്റ് പ്രോബ്ലംസ് ചെയ്തു, വെറുതെ എക്സാമിന് പോയി എഴുതി അത് ക്ലിയർ ചെയ്തു എന്നുള്ളതാണ്. കാരണം അവർ മുന്നേ എക്സാം വൈയിൽ എടുക്കുന്ന അല്ലെങ്കിൽ എക്സാം വൈയിൽ ചെയ്യുന്ന പ്രോബ്ലംസ്, അവിടെ ചെയ്യുന്ന ടൈം ബൗണ്ട് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ എക്സാംസ് തന്നെ അതുപോലെയാണ് NMMSC വന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവരുടെ എല്ലാം ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. നിതന്റെ ടോപ്പ് റാങ്കർ ആയിട്ടുള്ള നിതന്റെ വീഡിയോ ഓൾറെഡി ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി NMMSC ആസ്പിരന്റ് ആണെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലെ കഴിഞ്ഞ വർഷം കൊടുത്ത പോലത്തെ ക്യാമ്പയിൻ ഈ വർഷവും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് എക്സാം വൈക്ക് ഇത്തരം റിസൾട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ പ്രാധാന്യം എന്താ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഫാക്കൽറ്റീസ് എല്ലാം ഈ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ IIT, ഡോക്ടേഴ്സ്, NIT എന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള, ഐസർ എന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഫൗണ്ടേഷൻ കോഴ്സസിനെ ടീച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, യുണീക്ക് ഫൗണ്ടേഷൻ ആണ് ഇത്. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ NMMSCക്ക് വേണ്ടി മാത്രമല്ല, ഭാവിയിൽ നിങ്ങൾ JEE, NEET, CUT, ഈവൻ UPSC പോലുള്ള എക്സാംസിനൊക്കെ എന്താണ് ബേസിക് മാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക് മാത്തുള്ള കോഴ്സസ് ഇവിടെ എടുക്കുന്നത് IITiansഉം NITiansഉം ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സാംസ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ചെറിയ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫൗണ്ടേഷൻ കോഴ്സ് ഭയങ്കര ഹെക്റ്റിക് അല്ല, നമ്മൾ മെല്ലെ സ്റ്റെപ്പായിട്ട് അവിടെ എത്തും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിലും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, പ്രൂവൻ റിസൾട്ട്സ് ആണ് നമ്മളിപ്പോൾ കാണിച്ചു തന്ന റിസൾട്ട്സ് ആണ്. ഓക്കെ, ഇനി NMMSCക്ക് വരികയാണെന്നുണ്ടെങ്കിൽ as I said almost 50 സ്റ്റുഡൻസ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, സോ എക്സാം വൈ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന്റെ ഫൗണ്ടേഷൻ ബാച്ചിൽ നിന്ന് NMMSC അച്ചീവ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കും, അതുപോലെ NMMSC ബാച്ചിൽ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കും, അതല്ലാതെ
കേരളത്തിലെ എല്ലാ NMMSC അച്ചീവേഴ്സിനും സ്കോളർഷിപ്പ് അച്ചീവേഴ്സിനും നമ്മളിവിടെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. ഇതുപോലെ നിങ്ങൾ അനിയന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് ചാനലിലെ വീഡിയോസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഭാവിയിൽ ഇനി അടുത്ത വർഷം ISR UV വരും. 10th നമുക്ക് മെയിൻ ആയിട്ടുള്ള ബോർഡ് എക്സാം ഉണ്ട്. +1 +2 വീണ്ടും എൻട്രൻസ് എക്സാമുകൾ വരും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. കൂടാതെ ഇനി കുറച്ച് മാർക്കിന് എക്സാം സ്കോളർഷിപ്പ് നഷ്ടപ്പെട്ടവരെ എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട. ഇനിയും ഒരുപാട് അവസരങ്ങൾ ഭാവിയിൽ വരും, പല എക്സാമുകളും വരും. ഓക്കെ, ഇതൊരു തുടക്കം മാത്രമാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആയിരിക്കുക. ഭാവിയിലെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്.